ആത്മീയ ചൈതന്യം കൊണ്ട് ദീപ്തമായ ഈ സായം സന്ധ്യയിൽ എല്ലാവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദേവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മംഗലാപം മായാവിൻ പ്രസാദം. അരയാൽ വൃക്ഷത്തിൻ്റെ ആത്മീയവും ഭൗതികവുമായ മഹത്വത്തെക്കുറിച്ചാണ് ഇന്നലെ പറഞ്ഞു നിർത്തിയത്. അരയാലിന് ദേവപദവി ലഭിച്ചതിനെക്കുറിച്ച് പത്മപുരാണത്തിൽ പറയുന്നുണ്ട്. ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധമുണ്ടായി. യുദ്ധത്തിൽ പരാജിതരായ ദേവന്മാർ ഓടി ഒളിച്ചു. ദേവഗണങ്ങളുടെ കൂട്ടത്തിൽ മഹാവിഷ്ണുവും ശിവനും ഇന്ദ്രനും ഉണ്ടായിരുന്നു. ഓട്ടത്തിനിടയിൽ മുന്നിൽ കണ്ട വൃക്ഷത്തിൽ ഓരോരുത്തരും കയറി ഒളിച്ചു. വിഷ്ണു അരയാലിലും ശിവൻ കൂവളത്തിലും ഇന്ദ്രൻ നെന്മേനി വാകയിലുമാണ് അഭയം തേടിയത്. അവസാനം മഹാവിഷ്ണു അസുരന്മാരെ പരാജയപ്പെടുത്തി ദേവന്മാരെ സ്വതന്ത്രരാക്കി. ദേവന്മാർക്ക് അഭയം നൽകിയ വൃക്ഷങ്ങൾ അതോടെ ആരാധനയ്ക്ക് അർഹമായി. മഹാവിഷ്ണു അഭയം തേടിയ അരയാലിന് ഏറ്റവും ദിവ്യത്വം ലഭിച്ചതോടെ ദേവവൃക്ഷം എന്ന ബഹുമതിയും ലഭിച്ചു. അരയാൽ ത്രിമൂർത്തികളുടെ വാസസ്ഥലം എന്നൊരു വിശ്വാസവുമുണ്ട്. അരയാലിൻ്റെ ചുവട്ടിലും വേരിലും വിഷ്ണുവും തടിയിൽ ശിവനും ശിഖരങ്ങളിലും മറ്റു ഭാഗത്തും ബ്രഹ്മാവുമാണ് വസിക്കുന്നത് എന്നാണ് വിശ്വാസം. അശ്വത്ഥത്തിന് ചിരഞ്ജീവി എന്നും അർത്ഥമുണ്ട്. 2000 വർഷം വരെ അരയാലിന് ആയുസ്സുണ്ട് എന്നും പറയുന്നു. അറിവുള്ള മരമെന്നും അരയാലിനെ വിളിക്കുന്നു. അരയാലിൻ്റെ ചുവട്ടിലിരുന്ന് ധ്യാനിച്ചാൽ ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുന്നതുകൊണ്ട് ബോധിവൃക്ഷമെന്നും അരയാലിനെ വിളിക്കുന്നു. അരയാലിനെ പ്രദക്ഷിണം വയ്ക്കുന്നതിനും ചില ചിട്ടകൾ പറയുന്നുണ്ട്. അരയാലിൻ്റെ ഇടത്ത് വശത്തുകൂടി വേണം പ്രദക്ഷിണം ആരംഭിക്കാൻ. അതുപോലെ വലതുവശത്തുകൂടി കടന്നു പോകാനും പാടില്ല. മന്ത്രജപത്തോടെ 7 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യണമെന്നാണ് ശാസ്ത്രവിധി. അരയാലിൻ്റെ മഹത്വം നാളെയും തുടരും. ഇനി കാവാലം ശ്രീകുമാർ സാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. ഭക്ത്യാ നാഥനെ ഹൃദി സന്നിധാനം ചെയ്തുകൊണ്ട് സ്തുതി ജപിച്ചീടിൽ സാധിക്കും സകലവും. പുത്രാർത്ഥി ജപിക്കിലോ നല്ല പുത്രന്മാരുണ്ടാം. അർദ്ധാർത്ഥി ജപിച്ചീടിൽ അർദ്ധവുമേറ്റമുണ്ടാം. ഗുരുതൽപകൻ കനകസ്തേയി സുരാപായി ധരണീസുരഹന്ത പിതൃമാതൃഹാ ഭോഗി പുരുഷാധമനേറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം ചേതസി രാമചന്ദ്രം ധ്യാനിച്ചു ഭക്ത്യാ ജപിച്ചാദരാൽ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം. സദ്വൃത്തനെന്നായിടിൽ പറയേണമോ മോക്ഷം സദ്യ സംഭവിച്ചിടും സന്ദേഹമില്ല ഏതും. ഇനി സ്വാമി ചിദാനന്ദപുരിയുടെ രാമായണ വ്യാഖ്യാനമാണ്. യാതൊരു ജഗത് ഭാവവുമില്ല, എന്നാൽ കാണുന്നതിലെല്ലാം അങ്ങുണ്ട് എന്ന അഹല്യയുടെ അത്യന്തം വേദാന്ത പൊരുളടങ്ങിയ സന്ദർഭമാണ് സ്വാമിജി വ്യാഖ്യാനിക്കുന്നത്. കാണാം രാമായണ ദർശനം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം
ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഹല്യാദേവി ചെയ്ത ശ്രീരാമസ്തുതിയാണ് നമ്മൾ പഠിക്കുന്നത്. വാചകഭേദത്തിൽ നിലകൊള്ളുന്ന പരമസത്യം നീയാകുന്നു. അതേ സമയത്ത് വാക്കിന് വിഷയവുമല്ല നീ. ഒരേ സമയത്ത് വാച്യമാണ്, അതേ സമയത്ത് വാക്കിനുപരിയുമാണ്. താത്പര്യം സഗുണസാകാരമായി ജഗതാകാരത്തിൽ ഈ വാച്യരൂപത്തിൽ നിലകൊള്ളുന്നതും ഹേ ഭഗവൻ നീയാണ്. അതിനെല്ലാം ഉപരി കേവലമായ ആത്മഭാവത്തിൽ കുടികൊള്ളുന്നതും നീ തന്നെ. അങ്ങനെയുള്ള നീ എൻ്റെ വാക്കിന് വിഷയമായി തീരണമേ. താത്പര്യം നിന്നെ സ്തുതിക്കാൻ എനിക്ക് സാധിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. തുടർന്ന് കാര്യകാരണ കർത്തൃഫലസാധനഭേദം മായയാ ബഹുവിധ രൂപയാ തോന്നിക്കുന്നു. കേവലമെന്നാകിലും നിന്തിരുവടിയതു സേവകന്മാർക്കു പോലും അറിവാനരുതല്ലോ. പരമാർത്ഥത്തിൽ അവിടുന്ന് ഏകനാണ്, അദ്വയനാണ്. അതേ സമയത്ത് സ്വാത്മശക്തിയായ മായയെ ആശ്രയിച്ചുകൊണ്ട്, ബഹുരൂപയായ മായയെ ആശ്രയിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളിലും കുടികൊള്ളുന്നതും അതേ സത്യമാണ്. അപ്പോൾ പാരമാർത്ഥികമായി യാതൊരു ജഗദ്ഭാവവും ഇല്ലാത്ത കേവല സത്യം, എന്നാൽ മായായുക്തമായി ഈ കാണാകുന്ന സകലവുമായി തീർന്നിരിക്കുന്നത്, ഇത് രണ്ടും ഏകമാണ്. ഈ ഒരു വേദാന്ത രഹസ്യത്തെ വെളിപ്പെടുത്തുകയാണിവിടെ. കാരണ കർത്തൃ ഫല സാധനഭേദം. കാര്യമെന്നും കാരണമെന്നും, കർത്താവെന്നും ഫലമെന്നും സാധനമെന്നുമുള്ള ഭേദത്തിൽ തിരിഞ്ഞത് ഒരേ വസ്തുവാണ്. കാര്യം എന്ന് പറയുമ്പോൾ ചെയ്യപ്പെടുന്നത് കാര്യം. എന്താണോ അതിൻ്റെ കാരണം, അടിസ്ഥാന ഹേതു, അത് കാരണഭാവം. ഈ കാര്യകാരണഭാവം അഥവാ കാര്യകാരണ ബന്ധം നമുക്ക് വ്യത്യസ്ത രീതിയിൽ മനസ്സിലാക്കാം. അരി പാകം ചെയ്ത് ചോറാക്കി, അപ്പോൾ പാകക്രിയ നടന്നപ്പോൾ അരി ചോറായി. അപ്പോൾ ചോറെന്നുള്ള കാര്യത്തിന് കാരണം അരി. ഇവിടെ കാര്യമായി രൂപപ്പെടുന്നതിന് പിന്നിലൊരു കർത്തൃത്വഭാവമുള്ള വ്യക്തിയുടെ പ്രവർത്തനമുണ്ട്. ഞാൻ ചെയ്യുന്നു എന്ന ഭാവനയോടുകൂടി, അത് കർത്താവ് കാരണത്തെ കാര്യമാക്കി തീർക്കുന്നതിന് എന്തിനെയെല്ലാം ആശ്രയിക്കുന്നുവോ അതെല്ലാം സാധനങ്ങളാണ്. ഈ സാധനങ്ങളെ വിനിയോഗിച്ച് കാരണം കാര്യമായി തീരുന്നു എന്നുള്ളത് അതിൻ്റെ ഫലമാണ്. വിസ്തൃതമായി പറയേണ്ടുന്ന വിഷയമാണ്, ഏറെ വിസ്തരിക്കുന്നില്ല ഈ സന്ദർഭത്തിൽ. പക്ഷേ ഇവിടെ പറയുന്നത് കാരണ കർത്തൃ ഫല സാധന ഭേദത്തിൽ നിലകൊള്ളുന്നതെല്ലാം ഒരേ പരമാർത്ഥമാണ്. എന്തുകൊണ്ടെന്നാൽ അടിസ്ഥാനമായ ഉണ്മ, അസ്തിത്വം, സത്ത രണ്ടുണ്ടാവാൻ തരമില്ല. ആത്യന്തികമായൊരു സത്യമാണ് സോപാധികമായി ഈ ഭാവങ്ങളിലെല്ലാം കാണപ്പെടുന്നത്. അതുകൊണ്ട് കാര്യകാരണ കർത്തൃഫലസാധനഭേദം മായയാ ബഹുവിധ രൂപയാ തോന്നിക്കുന്നു. ഇതെല്ലാം ബഹുവിധ രൂപയായ പല രൂപങ്ങളെ പ്രാപിക്കാൻ കെൽപ്പുള്ള മായയുടെ സൃഷ്ടികളാണ്. ഇതെല്ലാം മായികങ്ങളാണ്. പരമാർത്ഥത്തിൽ നീ ഏകൻ, അദ്വയൻ. മായികമായ ദൃഷ്ടിയിലൂടെ നോക്കുമ്പോൾ ഈ പരിവർത്തനങ്ങളെല്ലാം കാണുകയാണ്. വ്യാവഹാരികമായി എന്തെല്ലാം വ്യത്യാസങ്ങൾ, കാര്യകാരണ ഭേദം നമ്മളിൽ കാണപ്പെടുന്നുണ്ടോ,
പ്രാതിഭാസികമായ എന്തെല്ലാം വ്യത്യാസങ്ങൾ, കാര്യകാരണ ഭാവഭേദങ്ങൾ നമ്മളാൽ കാണപ്പെടുന്നുണ്ടോ, നിരൂപണം ചെയ്ത വസ്തു ഏകമാണ്. സ്വർണം സ്വർണമായിരിക്കെ വിവിധ സ്വർണ്ണാഭരണ കാര്യങ്ങളിൽ കാണപ്പെട്ടു. വിവിധ സ്വർണ്ണാഭരണങ്ങളായിരിക്കുമ്പോഴും വസ്തു സ്വർണ്ണമല്ലാതെ മറ്റൊന്നല്ല. ഇതുപോലെ അനേക ദൃഷ്ടാന്തങ്ങളെ നിരൂപണം ചെയ്യാം. അപ്പോൾ പിന്നെ കാണപ്പെടുന്നത് എല്ലാം ബഹുവിധ രൂപയായ മായയാൽ കാണപ്പെടുന്നു. മായികമാണ് വൈവിധ്യം, സത്യം ഏകം. അതാണ് ആ ഒരു വേദാന്ത രഹസ്യമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. എന്നാകിലും ഇതാണ് അവിടുത്തെ പരമാർത്ഥ സ്വരൂപമെങ്കിലും നിന്തിരുവടിയതു സേവകന്മാർക്കു പോലും അറിവാനരുതല്ലോ. സേവകന്മാർക്ക് പോലും നിൻ്റെ ഈ പാരമാർത്ഥിക രൂപത്തെ അറിയില്ല. മറിച്ച് അവരെല്ലാം പുറമേ കാണുന്ന ഭാവങ്ങളെ മനസ്സിലാക്കും. ശ്രീരാമൻ എന്നൊരു വ്യക്തി, ആ വ്യക്തി ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായി കൗസല്യയിൽ ജനിച്ചു. ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, ലോകത്തിൽ ഇന്ന പോലെ ജീവിക്കുന്നു. ഇതേ സേവകന്മാർക്ക് പോലും മനസ്സിലാവുന്നുള്ളൂ. അവിടുത്തെ പാരമാർത്ഥിക ഭാവത്തെ അറിയുന്നില്ലല്ലോ. അവ്യക്തം വ്യക്തിമാപന്നം മന്യന്തേ മാം അബുദ്ധയ. വാസ്തവത്തിൽ അവ്യക്തനായിരിക്കുന്ന എന്നെ കേവലം വ്യക്തിഭാവത്തെ പ്രാപിച്ചവനായിട്ട് വിവേകബുദ്ധി ഇല്ലാത്തവർ മനസ്സിലാക്കുന്നു എന്ന് ഈ വിഷയത്തെ ഭഗവത്ഗീത സ്പഷ്ടമാക്കുന്നു. അതുകൊണ്ട് ഹേ ഭഗവൻ, അവിടുത്തെ പാരമാർത്ഥിക സ്വരൂപത്തെ സേവകന്മാർക്ക് പോലും അറിയില്ലല്ലോ. അപ്പോൾ സേവകന്മാർക്കും അറിയില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ കഥയെന്ത് പറയാൻ? അവിടുത്തെ പാരമാർത്ഥിക രൂപം അറിയുന്നില്ല. ത്വന്മായ വിമോഹിത ചേതസാമജ്ഞാനിനാം ത്വന്മാഹാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടായല്ലോ. ഹേ ഭഗവൻ, നിൻ്റെ മായയാൽ മോഹിതമായ ബുദ്ധിയോടുകൂടിയ അജ്ഞാനികൾക്ക്, അജ്ഞാനികളെന്ന് പറയപ്പെടുന്നവർക്ക് ജ്ഞാനമില്ലായികയല്ല കുഴപ്പം. ജ്ഞാനമില്ലാത്തതാരുമില്ല, ജ്ഞാനസ്വരൂപമാണ്. പിന്നെ അവിടെ മായയാൽ മോഹിതമാകുന്ന, ആവൃതമാകുന്ന ജ്ഞാനമാണ്. അപ്പോഴാണ് അജ്ഞാനഭാവം. അങ്ങനെ മായയാൽ മറയ്ക്കപ്പെടുന്ന ജ്ഞാനത്തോടു കൂടിയ, അതായത് അജ്ഞാനികൾക്ക് എന്താണ് നിൻ്റെ പാരമാർത്ഥിക ഭാവം, എന്താണ് മാഹാത്മ്യം എന്നുള്ളത് ഒരു തരത്തിലും മനസ്സിലാവുന്നില്ലല്ലോ. ഇതാണ് അവിടുത്തെ മായാമഹിമ. ഇങ്ങനെ പാരമാർത്ഥിക സ്വരൂപത്തെ സ്തുതിച്ച് കീർത്തിച്ചുകൊണ്ട് വേദാന്ത സാരപരമായ അഹല്യാസ്തുതി മുന്നോട്ട് പോവുകയാണ്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. വൈവിധ്യമാണ് മായാ സ്വഭാവം, സത്യം ഏകവും. മായയാൽ മോഹിതരാകുന്ന അജ്ഞാനികൾ ഈശ്വരൻ്റെ പരമാർത്ഥ സത്യം തിരിച്ചറിയുന്നില്ല എന്ന വേദാന്ത സാരാംശമാണ് സ്വാമിജി വ്യാഖ്യാനിച്ച് പറഞ്ഞത്. ആരാധനയും കലയും തമ്മിൽ ദൃഢമായ ചില ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാചീന കാലം മുതൽ വൈവിധ്യമാർന്ന കലാരൂപങ്ങൾ ദൈവികമായ പല ചടങ്ങുകളിലേക്കും കടന്നു വന്നിട്ടുണ്ട്. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ഏറെ ശ്രദ്ധേയമായൊരു ചടങ്ങാണ് പേട്ടതുള്ളൽ. പേട്ടതുള്ളലിൻ്റെ പ്രസക്തിയെക്കുറിച്ചും പ്രതീകാത്മകതയെക്കുറിച്ചും ഇന്ന് നമ്മോട് സംസാരിക്കുകയാണ് ശബരിമല തന്ത്രി ശ്രീ കണ്ഠരര് മഹേശ്വരര് മോഹനര്. നമുക്ക് ശ്രദ്ധിക്കാം. എല്ലാവർക്കും നമസ്കാരം. സ്വാമി ശരണയ്യപ്പ. ഇന്നത്തെ സനാതനധർമ്മം എന്ന ഈ സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. ഇന്ന് എരുമേലി പേട്ടതുള്ളലിനെ പറ്റി പറയാം. ഒരു ലോകപ്രശസ്ത നൃത്ത മഹോത്സവം എന്നുവരെ പലരും വിശേഷിക്കപ്പെട്ടിട്ടുണ്ട് ഇതിനെ. എരുമേലി പേട്ടതുള്ളൽ രണ്ട് രീതിയിൽ ഈ പേട്ടതുള്ളലിനെ കാണാം. ഐതിഹ്യപരമായിട്ടും ചരിത്രപരമായിട്ടും ഒക്കെ സമീപിക്കാം. ഐതിഹ്യപരമായിട്ട് ഒരു മഹിഷിയെ കൊന്നതിൻ്റെ ഒരു ആഘോഷമായിട്ട് ഇതിനെ കാണാറുണ്ട്. ഇവിടെ മഹിഷി എന്നുദ്ദേശിക്കുന്നത് വെറുമൊരു എരുമ, അല്ലെങ്കിൽ സാധാരണ കാണുന്ന ഒരു എരുമ എന്നൊരു മൃഗത്തെയല്ല, മറിച്ച് മനുഷ്യൻ്റെ മനസ്സിലെ ആ ഒരു മൃഗീയമായ പ്രാകൃതമായ ഒരു മനസ്സിൻ്റെ അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമ്മളിലെല്ലാം പല ഘട്ടങ്ങളിലായിട്ടൊക്കെ ഈ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഒരു വളരെ
അധപ്പതിച്ച് കിടക്കുന്ന ഒരു ചിന്താഗതിയും മാനസിക അവസ്ഥയും ഒക്കെ നമ്മളിലൊക്കെ ഉണ്ടാവാം. അതിനെ നിഗ്രഹിച്ച് അതിൽ നിന്ന് മുകളിലേക്ക് ഉയർന്ന് അയ്യപ്പൻ എന്ന് പറഞ്ഞൊരു ബോധത്തിലേക്ക്, പഞ്ചഭൂതങ്ങളുടെയും അധിപൻ ആയ അയ്യപ്പൻ എന്നൊരു ബോധത്തിലേക്കുള്ള ഒരു യാത്രയും കൂടെയാണ് ഈ മഹിഷി നിഗ്രഹത്തെ കാണുന്നത്. ഇതതിൻ്റെ ഒരു ഐതിഹ്യം വശം. ഇതുകൂടാതെ ചരിത്രപരമായിട്ടും പല രീതിയിലുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഈ ഉദയനൻ എന്ന് പറഞ്ഞ ഒരു ശത്രുവിനെ, അല്ലെങ്കിൽ അദ്ദേഹം ശബരിമല ക്ഷേത്രത്തെ കൈവശം വെച്ചുകൊണ്ടിരുന്നൊരു സമയത്ത് അദ്ദേഹത്തിൽ നിന്ന് ഈ ക്ഷേത്രത്തെ അയ്യപ്പസ്വാമിയും കൂട്ടരും മോചിപ്പിച്ച് ആ ഒരു ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം നടത്താനായിട്ട് ഉള്ളൊരു തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ട് നടത്തിയൊരു ആഘോഷം എന്നുമൊക്കെ ഇതിനെ കാണാം. പേട്ടതുള്ളൽ പ്രധാനമായിട്ടും ആലങ്ങാടി യോഗവും അമ്പലപ്പുഴ യോഗവുമാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. അതിലൊക്കെ കൂടാതെ അവിടെ വരുന്ന ഭക്തജനങ്ങളുടെ ഒരു വലിയ പങ്കാളിത്തം ഇതിലുണ്ട്. അമ്പലപ്പുഴ യോഗം ഈ അമ്പലപ്പുഴയിൽ നിന്ന് പേട്ടതുള്ളലിനായിട്ട് എരുമേലിയിലേക്ക് വരും വഴി അവർ അവരുടേതായ സമ്പ്രദായത്തിലുള്ള ആഴിപൂജ, അതായത് മറ്റ് ദോഷ അല്ലെങ്കിൽ പാപങ്ങളെല്ലാം മാറിക്കിട്ടുവാനും ഒക്കെ ദോഷ പരിഹാരാർത്ഥമൊക്കെ ആഴിപൂജ നടത്തിയിട്ടൊക്കെയാണ് എരുമേലിയിലേക്ക് വരുന്നതും ഈ പേട്ടതുള്ളലിൽ പങ്കെടുക്കുന്നതും. അവിടെ കൃഷ്ണപ്പരുന്തിനെ ദൃശ്യമാവുകയും അതാണ് ഈ പേട്ടതുള്ളൽ തുടങ്ങാനുള്ള അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സിഗ്നൽ എന്നൊക്കെ പറയാം. ആ ഒരു കൃഷ്ണപ്പരുന്തിനെ കണ്ടു കഴിഞ്ഞാൽ ഈ പേട്ടതുള്ളൽ തുടങ്ങുകയായി. അയ്യപ്പ തിന്തകത്വവും സ്വാമി തിന്തകത്വവും എന്നെല്ലാം എല്ലാവരും ഉറച്ച് പാടുകയും ഒരു നൃത്തം വെക്കുകയും മറ്റൊരു അവസ്ഥയിലേക്ക് എല്ലാവരും തന്നെ അവിടെ പോവുകയാണ്. ഇത് കൊച്ചമ്പലം എന്ന് പറഞ്ഞ ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത്. അതിനുശേഷം വാവരുപള്ളിയിലെത്തുകയും പിന്നെ വല്യമ്പലം എരുമേലി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ചെന്ന് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഈ അമ്പലപ്പുഴ യോഗം കൂടാതെ ആലങ്ങാട് യോഗവും ഇതിൽ പങ്കുചേരാറുണ്ട്. പക്ഷേ അവരുടെ ആചാരങ്ങളെല്ലാം കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. അവർക്ക് ശരണം വിളിയാണ് കുറച്ചുകൂടെ പ്രാധാന്യം. ശരണം വിളിച്ചുകൊണ്ടൊക്കെയാണ് അവർ ഇതിൽ പങ്കെടുക്കുന്നത്. പിന്നെ ഇതിൽ പങ്കെടുക്കുന്ന ഭക്തരും എല്ലാവരും ആയുധങ്ങൾ എന്ന് വെച്ചാൽ ഒരു ശരിക്കുള്ള ആയുധങ്ങളല്ല, അല്ലെങ്കിൽ ഒരാളെ ഉപദ്രവിക്കാനുള്ള അങ്ങനത്തെ അത്തരം ആയുധങ്ങളല്ല, മറിച്ച് ആയുധങ്ങളുടെ ഒരു സങ്കല്പം എന്നുദ്ദേശിച്ച് പല സാധനങ്ങളും കയ്യിൽ കരുതിയും പിന്നെ ഈ പല നിറങ്ങൾ ദേഹത്ത് പൂശുകയും, ചുമപ്പും കറുപ്പും പച്ച ഇത്തരം നിറങ്ങളെല്ലാം ദേഹത്ത് പൂശുകയും പിന്നെ ഒരു നൃത്തം തന്നെ ആടുകയാണ്. അവിടെ വാദ്യ ഉപകരണങ്ങളും ഉണ്ടാവും. ഒരു നൃത്തം തന്നെയാണ് പിന്നെ അവിടെ നടക്കുന്നത്. ഇതൊരു ഉത്സവമായിട്ടും കാണാം. പക്ഷേ സൂക്ഷ്മമായിട്ട് നമ്മളിതിനെ പഠിക്കുമ്പോൾ ശരിക്കിതൊരു മെഡിറ്റേഷനാണ്. അല്ലെങ്കിൽ ഇന്ന് വളരെ ലോകത്തിൽ പ്രചാരമേറിയ ലോകപ്രശസ്തമായിട്ട് ഈ ഡൈനാമിക് മെഡിറ്റേഷൻ, ആക്റ്റീവ് മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ ഇതിൻ്റെ ഒരു ചെറിയ പകർപ്പാകാം. ഇതിൽ നിന്ന് വന്നതാകണമെന്നില്ല, പക്ഷേ ഇതിൻ്റെ ഒരു ചെറിയൊരു പകർപ്പാകാമെന്ന് തന്നെ തോന്നുന്നു. കാരണം ഈ ഒരു നൃത്തത്തിൽ എല്ലാ ദുരിതങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, എല്ലാം മറന്നുകൊണ്ട്, ചുറ്റുപാടും തന്നെ മറന്നുകൊണ്ട് ഉള്ളൊരു നൃത്തമാണ്. ഇതിൽ ഒരു ലയനം പ്രാപിക്കുകയാണ്. ഈ നർത്തകനും നൃത്തവും ഒന്നാകുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൊക്കെ എത്തുകയാണ് ഈ ഒരു പേട്ടതുള്ളൽ അവസരത്തിൽ. പിന്നെ അതുകൂടാതെ ആ ഒരു ലയനത്തിൽ ആ പൂർണ്ണമായിട്ടുള്ള തങ്ങളുടെ ശ്രദ്ധ ആ ഒരു ദേവചൈതന്യത്തിൽ, അല്ലെങ്കിൽ ആ ഒരു പരമമായ ആ ഒരു ചൈതന്യത്തിലേക്ക് തന്നെ വേണം എന്നുള്ളത് കൊണ്ടാണ് ശരണം വിളികളും സ്വാമി നിന്തകത്വവും അയ്യപ്പ തിന്തകത്വവും എന്നൊക്കെ പറയുന്നതും. അതായത് സ്വാമിയും അയ്യപ്പനും എല്ലാം നമ്മളിൽ തന്നെയാണ്, പുറത്തെങ്ങും തേടേണ്ടതല്ല, നമ്മളിൽ തന്നെയാണെന്നുള്ളൊരു ബോധവും ഈ ഒരു അവസ്ഥയിൽ അവർ ഉറക്കെ പറയുകയാണ്. അതിലൂടെ അവരുടെ ബോധമനസ്സിലും ഉപബോധമനസ്സിലും ഒക്കെ ഇത്തരമൊരു ചിന്താഗതി അല്ലെങ്കിൽ ഇത്തരമൊരു അവസ്ഥയിലേക്ക് അവരെത്തുകയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പൊരുൾ എന്ന് തോന്നുന്നു എരുമേലി പേട്ടതുള്ളലിൻ്റെ. അങ്ങനെ അമ്പലപ്പുഴ സംഘവും ആലങ്ങാട് സംഘവും ഈ പേട്ടതുള്ളൽ കഴിഞ്ഞ് ഇവിടെ നിന്നാണ് ഇവർ സന്നിധാനത്തേക്ക് പോകുന്നതും അവിടെ ഇവർക്ക് നിക്ഷിപ്തമായിട്ടുള്ള ചില അവകാശങ്ങളും ഇവരുടേതായ ചില വഴിപാടുകളും ഒക്കെ ഉണ്ട്. അങ്ങനെ അതെല്ലാം നടത്തിയാണ് അതൊക്കെ ഈ മകരവിളക്ക് മഹോത്സവത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അങ്ങനെ അതിലൂടെയാണ് ഇവരുടെ ഒരു യാത്ര അവസാനിക്കുന്നത്. ഇത് നടത്താനാണ് അവരവിടെ പോകുന്നതും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ എരുമേലി പേട്ടതുള്ളലിനെ പറ്റിയുള്ള ഒരു വിവരണം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ദിവസവും വീണ്ടും കാണാം. നമസ്കാരം.
ജാതി മറന്ന്, മതം മറന്ന്, ഭാഷാ വൈവിധ്യം മറന്ന്, വർണ്ണപ്പൊടികൾ മേലാകെ പൂശി, സ്വന്തം നിറം പോലും മറന്ന്, ഭിന്നതകൾക്ക് അതീതമായ ആനന്ദത്താൽ നൃത്തമാടുന്ന ഭക്തജന സമൂഹം. അതാണ് പേട്ടതുള്ളൽ വാഗ്ദാനം ചെയ്യുന്നത്. ഒരുമയെ ഊട്ടിയുറപ്പിക്കുന്ന ഇത്തരം ആചാരങ്ങൾ എന്നെന്നും നിലനിൽക്കട്ടെ എന്നാശിക്കാം. ഇനി ദീപാരാധന. ദീപാരാധനയ്ക്കുള്ള സമയമായി ക്ഷേത്രസന്നിധിയിലേക്ക് പോകാം. എത്രത്തോളം ധനം സമ്പാദിച്ചാലും അത് ഗൃഹത്തിലൊതുങ്ങും. ബന്ധുക്കളും മക്കളും എന്ന മമത ശ്മശാനത്തിലൊതുങ്ങും. എന്നാൽ നമ്മൾ ചെയ്ത പുണ്യം ജന്മജന്മാന്തരങ്ങൾ പിന്തുടരും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ശംഖം ചക്രം കപാലം ത്രിശിഖസുമസലൗ തർജനീം ചാപബാണം ഭുവനദീപം ഭക്തചിത്താബ്ജസുരം സുരമുനിഗണസേവ്യം തത്വമസ്യാദിലക്ഷ്യം ഹരിഹരസുതമീശം